നമ്മളെ ഏറെ സങ്കടപ്പെടുത്തിയ ഒരു വാർത്തയായിരുന്നു. കൊല്ലത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഒരു വാർത്ത. ഷാർജയിൽ കൊല്ലം സ്വദേശിനിയായ വിവഞ്ചികയും മകളും മരിച്ച ആ സംഭവം. ആ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. കേസിന്റെ മുന്നോട്ടുള്ള അന്വേഷണത്തിൽ നിയമോപദേശം തേടാനും പോലീസിന്റെ തീരുമാനം. പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കാനും ആലോചന. വിഭജികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം വ്യാഴാഴ്ചയോടെ നാട്ടിലെത്തിക്കാനാണ് നീക്കം. വിവരങ്ങളുമായി രാജ്കുമാർ കൊല്ലത്ത് നിന്ന് ചേരുകയാണ്. രാജ്കുമാർ, ആ വിഭജികയുടെയും കുഞ്ഞിന്റെയും മരണത്തിൽ ഇതുവരെ വേദന നമ്മളെ വിട്ടുമാറിയിട്ടില്ല. പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാനുള്ള ഒരു തീരുമാനത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? മറ്റു നിയമ നടപടികൾ എങ്ങനെയാണ്? നിലവില് ശാസ്താംകോട്ട ഡിവൈഎസ്പിക്ക് അന്വേഷണ ചുമതല കൈമാറിയിട്ടുണ്ട്. നിലവിൽ കുണ്ടറ SHOന്റെ നേതൃത്വത്തിലായിരുന്നു FIR ഒക്കെ ഇട്ടത്. ഇപ്പൊ ഉയർന്ന ഉദ്യോഗസ്ഥനായ ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ സബ് ഡിവിഷന്റെ കീഴിലാണ് കുണ്ടറ വരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ അന്വേഷണ ചുമതല കൈമാറി. കൊട്ടാരക്കര റൂറൽ SP സാബു മാത്യു ഇക്കാര്യത്തിൽ ഒരു മോണിറ്ററിംഗ് നിർവഹിക്കും. ഇതില് ബന്ധുക്കൾ, ഇപ്പൊ മറ്റു ബന്ധുക്കൾ അവിടെയുണ്ട്. അമ്മ ഉൾപ്പെടെ അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഷാർജയിലേക്ക് പോയി ബോഡി ഈ വെള്ളിയാഴ്ചയോ വ്യാഴാഴ്ചയോ നാട്ടിലെത്തിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു സൂചന. അതേസമയം തന്നെ കോട്ടയത്തും പോലീസ് കുടുംബത്തെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇവരുടെ ഈ ഒരു പരാതി അനുസരിച്ച് സ്ത്രീധന പീഡനം, ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് FIR ഇട്ടിട്ടുള്ളത്. ഒരുപക്ഷെ ഇത് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച്, അതായത് ഇന്ത്യ വിട്ടുള്ള ഒരു കേസായതുകൊണ്ട് തന്നെ സംസ്ഥാന തലത്തിൽ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. നിലവിൽ നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് രണ്ടുപേർ, ഒന്നിൽ കൂടുതൽ ആളുകൾ വിദേശ രാജ്യങ്ങളിൽ വെച്ച് കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുകയോ ചെയ്താൽ ബന്ധുക്കൾക്ക് പരാതി ഉണ്ടെങ്കിൽ രാജ്യത്ത് കേസെടുത്ത് അന്വേഷിക്കാനുള്ള നിയമം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. അതനുസരിച്ചാണ് ഇപ്പോൾ കേരള പോലീസ് ബന്ധുക്കളുടെ മൊഴിയെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മനു, ശരി, ഏതായാലും കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഏതായാലും മറ്റ് നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ പോകട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് ഉത്തരവാദികളായവരെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയട്ടെ എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹവും ഏറ്റവും വലിയ പ്രതീക്ഷയും. ആ കുടുംബത്തിന് ദുഃഖങ്ങളിൽ പങ്കുചേരുന്നതോടൊപ്പം തന്നെ ആ മരണത്തിന് ഉത്തരവാദികളായവർക്ക് ഒരു ഇളവും നൽകിക്കൂടാ എന്നാണ് ഗുഡ് മോർണിംഗ് കേരളത്തിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാനുള്ളത്. അത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു.